ഹായ്, ഇന്നലെ രാത്രി ലൈവിൽ ആദില നൂറ വലിയ സങ്കടത്തിലാണ്. എന്താണ് ആ സങ്കടത്തിനുള്ള കാരണം? അവർക്ക് കൃത്യമായി മനസ്സിലായി ഷാനവാസിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലായി. ആ ഒരു കാര്യത്തിലാണ് വലിയ സങ്കടം. നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടി. നൂറ വിചാരിച്ചു വെച്ചത് ടോപ്പ് 5-ൽ എത്തി എന്നുള്ളതാണ്. പക്ഷെ ലാലേട്ടൻ വന്ന് പറയുന്നു അത് ടോപ്പ് 5 അല്ല, അവസാന വീക്കിലേക്ക് നേരിട്ടുള്ള എൻട്രി ആണ് എന്ന് പറയുന്നു. അതോടുകൂടി ആകെ നിരാശയിലായി. പുറത്തുപോയ കണ്ടസ്റ്റൻസ് റീ എൻട്രി ചെയ്യുന്നതിന് മുൻപ് എല്ലാവരും ചേർന്ന് ചർച്ചകൾ നടത്തി. അതായത് അക്ബർ, നെവിൻ, ആദില നൂറ ഇവരെ കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 7 പേരുണ്ട്. ഇതിൽ നിന്നും 2 പേര് പുറത്തു പോകണം, എന്നാൽ മാത്രമേ ടോപ്പ് 5 ഉണ്ടാവുകയുള്ളൂ. അത് ആരായിരിക്കും? അങ്ങനെയുള്ള ചർച്ചകൾ വരുന്നു. അതിൽ ഇവർ ഒരാളുടെ പേര് കണ്ടുപിടിച്ചു, ഷാനവാസ്. ഷാനവാസ് എന്തായാലും പുറത്തു പോകും, ഷാനവാസ് ടോപ്പ് 5-ൽ ഉണ്ടാവില്ല എന്നിവർ തീരുമാനിച്ചു കഴിഞ്ഞു. മറ്റൊരാൾ ആരാണ്? അതിന് അവർക്ക് കൃത്യമായി ഉത്തരം കിട്ടിയില്ല. അതിനുശേഷം ആദില നൂറ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. ആദില പറയുന്നു മറ്റൊരാൾ അനുമോൾ ആയിരിക്കും, അനുമോൾ അല്ലെങ്കിൽ പിന്നെ ഞാൻ, അതായത് ആദില ആയിരിക്കും എന്നുള്ളതാണ് ആദില പറയുന്നത്. ഒരാൾ ഉറപ്പായും ഷാനവാസ്, മറ്റേയാൾ ഒന്നില്ലെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള രീതിയിൽ ആദില പറയുന്നു. അതിനുശേഷം പുറത്തായിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നു. അവിടെ സരിക, ബിൻസി, ആദില നൂറ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഷാനവാസിനെ കുറിച്ചുള്ള കുറ്റങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഷാനവാസിനെ കുറിച്ച് അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ മനുഷ്യൻ ഇവരോട് എന്ത് ചെയ്തിട്ടാണ് ഇത്രയും കുറ്റം പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവരുടെ സംസാരം ഷാനവാസിനെ കുറിച്ചുള്ള കുറ്റങ്ങളാണ്. അവിടെ ആദില പറയുന്ന ഒരു കാര്യമുണ്ട്, ഇയാളുടെ ഇത്തരം പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് ഇഷ്ടമാവുക എന്നുള്ളൊരു കാര്യം ആദില പറയുന്നു. അപ്പൊ സരിക പറയുന്നു, എടീ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഞാൻ വീട്ടിൽ പോയി ഫോൺ ഓൺ ചെയ്ത് നോക്കിയപ്പോ ഈ പുള്ളിയുടെ റീൽസ് ആണ് മൊത്തവും, ഇയാളുടെ മാസ് പരിവേഷമുള്ള പല സംഭവങ്ങളുമാണ് റീൽസ് മൊത്തം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അതായത് പല ബീജിയവും ഇട്ട് പുള്ളിയുടെ മാസ് റീൽസ് ആണ് കൂടുതലും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഇയാളുടെ വീഡിയോയ്ക്ക് താഴെ, അതായത് ഇയാളെ കുറിച്ചുള്ള വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻസ് ആണ് വരുന്നത്. ഇയാളെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് താഴെ വലിയ ചീത്തവിളികൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ സരിക സംസാരിക്കുന്നു. അവിടെ ഞെട്ടിപ്പോവുകയാണ് ആദില നൂറ. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഷാനവാസിന് ഇത്രയും ഫാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആദില നൂറ ചോദിക്കുന്നു, ഷാനവാസിന് ഇത്രയ്ക്കും ഫാൻസോ എന്ന് ചോദിക്കുമ്പോൾ സരിക പറയുന്നു, ഫാൻസ് ആണോ PR ആണോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഫാൻസിന് ഇതിനൊക്കെ സമയം ഉണ്ടാവുമോ? ഇത്രയും കമന്റ്സ് ഒക്കെ ഫാൻസുകാർ ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല അത് ഫാൻസ് ആണ് എന്ന്, ഇത് PR ആയിരിക്കുമെന്ന് സരിക പറയുന്നു. അങ്ങനെ ആയിരിക്കുമെന്ന് ബാക്കിയുള്ളവരും സമ്മതിക്കുന്നു. ഇനി PR ആയാലും ഫാൻസ് ആയാലും ഷാനവാസിന് പുറത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ആദിലയ്ക്കും നൂറയ്ക്കും മനസ്സിലാവുന്നു. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഷാനവാസിന് വലിയ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത്. അവർ പ്രതീക്ഷിച്ചില്ല. അവരുടെ 2 പേരുടെയും കിളി പോയി. ഇപ്പോൾ രാത്രി സംസാരിക്കുകയാണ്, ബേബി എന്തായാലും ടോപ്പ് 5-ൽ നമ്മൾ ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല ഈ പറയുന്ന അനീഷും അനുമോളും ഷാനവാസും. നമ്മളുടെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ള നിലയ്ക്കാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വിഷമത്തിലാണ്, ടോപ്പ് 5-ൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ വലിയ വിഷമത്തിലാണ്. അതിനിടയിൽ നൂറ പറയുന്നു, അനീഷ് ഏട്ടനാണ് ഏറ്റവും കൂടുതൽ PR എന്നുള്ള രീതിയിൽ നൂറ പറയുന്നു. അതായത് സരിക പറയുന്നുണ്ട് അനീഷിനാണ് ഏറ്റവും കൂടുതൽ PR എന്ന്. അപ്പോൾ ആദില നൂറ ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഷാനവാസ് ടോപ്പ് 5-ൽ ഉണ്ടാവില്ല എന്നാണ് അവർ വിചാരിച്ചു വെച്ചിരുന്നത്. ഷാനവാസിന് നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട് എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി. ഇപ്പം ആകെ തകർന്നിരിക്കുകയാണ്. എന്താവും എന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.